ഹായ് മക്കളെ, നമസ്കാരം. നമ്മുടെ 8ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ ഓരോ പാഠഭാഗങ്ങളും ഏറ്റവും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പാഠസംഗ്രഹം പഠിക്കുക, ചോദ്യോത്തരങ്ങൾ പഠിക്കുക, പരീക്ഷയ്ക്ക് സെറ്റായിരിക്കുക. ആ സെഷനിലേക്കാണ് ഇന്ന് മക്കളെ ഞാൻ സ്വാഗതം ചെയ്യുന്നത്. നമ്മൾ ഒരുപാട് വിശദീകരണങ്ങളൊക്കെ പറഞ്ഞ് ക്ലാസ് മുന്നേ എടുത്തിട്ടുണ്ട്. ആപ്ലിക്കേഷനകത്ത് ക്ലാസ് ഡീറ്റെയിൽ ആയിട്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പരീക്ഷ അടുപ്പിച്ചിട്ട് എങ്ങനെ വളരെ വേഗത്തിൽ റിവിഷൻ പൂർത്തിയാക്കാം, അതാണ് ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി നമ്മുടെ അടിസ്ഥാന പാഠാവലിയിലെ ആദ്യത്തെ ചാപ്റ്റർ കുരുവിയും കാട്ടുതീയും എന്ന പാഠഭാഗമാണ് ഇപ്പം നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ചാപ്റ്ററിൻ്റെ പേര് കുരുവിയും കാട്ടുതീയും. അപ്പോൾ ആ ചാപ്റ്ററിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു ചിത്രം, മുരളി നാഗപ്പുഴയുടെ ഒരു ചിത്രം നമ്മൾ കാണുന്നുണ്ടായിരുന്നു. കൂടെ CB ഷിബുവിൻ്റെ ചിത്രം. ഒന്ന് വരൾച്ച കൊണ്ട് കഷ്ടപ്പെടുന്നവരുടെ ചിത്രയും, ഒന്ന് സമ്പൽ സമൃദ്ധമായ, ഒരു ഭാഗത്ത് വരൾച്ച നിറഞ്ഞു നിൽക്കുന്ന ഭൂമിയും മറുഭാഗത്ത് സമ്പൽ സമൃദ്ധിയുടെ പച്ചപ്പ് കാണാൻ കഴിയുന്ന മറ്റൊരു തലവും നമ്മൾ കണ്ടു. ഇതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ചോദ്യം, ഈ ചിത്രങ്ങൾ നമ്മോട് പറയുന്നത് എന്താണ്, ചർച്ച ചെയ്യുക എന്നുള്ള ചോദ്യം വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉത്തരം എഴുതാം മക്കളെ? നോക്കുക, പൂക്കളും ചെടികളും മരങ്ങളും പക്ഷിമൃഗാദികളും നിറഞ്ഞ മനോഹരമായ ഒരു കാഴ്ചാനുഭവമാണ് മുരളി നാഗപ്പുഴയുടെ ചിത്രം നൽകുന്നത്. വരണ്ട് വിണ്ടുകീറിയ ഭൂമിയെയും കുടിവെള്ളം തേടി അലയുന്ന മനുഷ്യരെയും CB ഷിബുവിൻ്റെ ചിത്രത്തിൽ കാണാം. ഒരു ചിത്രത്തിൽ നമ്മൾ അത് കണ്ടു അല്ലേ? വരണ്ട് വിണ്ടുകീറിയ ഭൂമിയെയും കുടിവെള്ളം തേടി അലയുന്ന മനുഷ്യരെയും CB ഷിബുവിൻ്റെ ചിത്രത്തിൽ കാണാം. എന്നാൽ മനോഹരമായ പ്രകൃതിയെ കാലാകാലമായി നാം ചൂഷണം ചെയ്ത് നശിപ്പിക്കുമ്പോൾ മനുഷ്യൻ്റെ നിലനിൽപ്പ് പോലും ഇല്ലാതാവുമെന്ന് ഈ ചിത്രങ്ങൾ പറയാതെ പറയുന്നു. ഒരിക്കലും എങ്ങനെയാണ് ഭൂമി പൂക്കളും ചെടികളും മരങ്ങളും പക്ഷിമൃഗാദികളും നിറഞ്ഞ മനോഹരമായ ഒരു കാഴ്ചാനുഭവമാണ് മുരളി നാഗപ്പുഴയുടെ ചിത്രം നൽകുന്നത്. ആദ്യത്തെ ചിത്രത്തെക്കുറിച്ച് പറഞ്ഞു, രണ്ടാമത്തെ ചിത്രത്തെക്കുറിച്ച് പറഞ്ഞു. ഇനി നമ്മുടെ അഭിപ്രായം ഇവിടെ കൂട്ടിച്ചേർക്കുന്നു. മനോഹരമായ പ്രകൃതിയെ കാലാകാലമായി നാം ചൂഷണം ചെയ്ത് നശിപ്പിക്കുമ്പോൾ മനുഷ്യൻ്റെ നിലനിൽപ്പ് പോലും ഇല്ലാതാവുമെന്ന് ഈ ചിത്രങ്ങൾ പറയാതെ പറയുന്നു. പ്രകൃതിയെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടെന്നുകൂടി ഈ ചിത്രങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. സെറ്റ്. ദെൻ നമ്മൾ ചാപ്റ്ററിലേക്ക് കടക്കുന്നത് കുരുവിയും കാട്ടുതീയും. പാഠഭാഗം ചെറിയ പാഠം തന്നെയാണ്, നിങ്ങൾ വായിച്ചു നോക്കുക. പാഠഭാഗത്തെക്കുറിച്ചുള്ള ആസ്വാദനക്കുറിപ്പ് ചോദിച്ചാലും നമുക്ക് ഈ ഉത്തരം എഴുതാം. നമുക്ക് നോക്കുക എന്താണ് പാഠസംഗ്രഹം. സെറ്റാക്കണേ മക്കളെ. ആരും എഴുന്നേറ്റ് പോവാതെ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് കേൾക്കുക. പ്രകൃതി സംരക്ഷണത്തിൻ്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുന്ന ആനന്ദ് പുനരാഖ്യാനം ചെയ്ത നാടോടി കഥയാണ് കുരുവിയും കാട്ടുതീയും. സെറ്റാണോ? ക്ലിയർ അല്ലേ? പ്രകൃതി സംരക്ഷണത്തിൻ്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുന്ന ആനന്ദ് പുനരാഖ്യാനം ചെയ്ത നാടോടി കഥയാണ് കുരുവിയും കാട്ടുതീയും. പ്രകൃതി സംരക്ഷണ പ്രവർത്തനങ്ങളിൽ ഓരോരുത്തർക്കും അവരവരുടെ പങ്ക് വഹിക്കാൻ കഴിയും എന്ന് ബോധ്യപ്പെടുത്തുന്നു കുരുവിയും കാട്ടുതീയും എന്ന കഥ. എന്താണ്? പ്രകൃതി സംരക്ഷണ പ്രവർത്തനങ്ങളിൽ ഓരോരുത്തർക്കും, എന്നെക്കൊണ്ടും നിങ്ങളെക്കൊണ്ടും എല്ലാവരെ കൊണ്ടും ഓരോ പങ്ക് വഹിക്കാൻ കഴിയുമെന്ന് ബോധ്യപ്പെടുത്തുന്ന കഥയാണിത്. അണ്ണാറക്കണ്ണനും തന്നാലായത് എന്ന പോലെ ഒറ്റയ്ക്ക് പൊരുതുന്ന കുരുവിയെയാണ് ആനന്ദ് ചിത്രീകരിക്കുന്നത്. സെറ്റാണോ? അണ്ണാറക്കണ്ണന് സാധിക്കുന്ന പോലെ കാര്യങ്ങൾ ചെയ്യുന്നു എന്ന പോലെ ഇവിടെ കുരുവി കുരുവിയെ കൊണ്ട് പറ്റുന്ന രൂപത്തിൽ പ്രകൃതി സംരക്ഷണത്തിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നു. കാട്ടിൽ തീ പടർന്നപ്പോൾ തീ അണയ്ക്കാനായി ഒരു കൊച്ചു കുരുവി തൻ്റെ ചുണ്ടിൽ വെള്ളം നിറച്ചെത്തിക്കുന്നു. ഇത് പല തവണ ആവർത്തിക്കുന്നു. കുരുവിയുടെ ആത്മാർത്ഥമായ ശ്രമത്തെ മഴദേവൻ പോലും അപഹസിക്കുകയാണ് ചെയ്തത്. ഇത്രയും ചെറുതായ നിനക്കെങ്ങനെ കാട്ടുതീ കെടുത്താനാകും എന്ന മഴദേവന്റെ ചോദ്യത്തിന് തന്നെ കൊണ്ടാവുന്നത് ഞാൻ ചെയ്യുന്നു എന്ന മറുപടിയാണ് കുരുവി നൽകുന്നത്. സ്വന്തം ജീവൻ നഷ്ടപ്പെടുമെന്ന് പോലും ചിന്തിക്കാതെ അവസാനം വരെ തൻ്റെ ശ്രമം തുടർന്ന കൊച്ചുകുരുവി മഴദേവന് പോലും മാതൃകയാകുന്ന ഒരു പ്രതീകമായി മാറുന്നു. സെറ്റാണോ? ഓക്കെ. ദെൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. കാട്ടുതീ ഒത്തിരി പക്ഷികളുടെയും മൃഗങ്ങളുടെയും ജീവൻ എടുക്കുന്നത് കാണുന്നില്ലേ എന്ന് കുരുവി മഴദേവനോട് ചോദിക്കുന്നു. എന്നാൽ മഴദേവൻ എന്താണ് ചെയ്തത്?
രണ്ടുപേരുടെയും മനോഭാവങ്ങളിൽ എന്ത് വ്യത്യാസമാണുള്ളത്? ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കാം. കാട്ടുതീ ഒത്തിരി പക്ഷികളുടെയും മൃഗങ്ങളുടെയും ജീവനെടുക്കുന്നത് കാണുന്നില്ലേ എന്ന് കുരുവി കാട്ടുതീ പടരുന്ന സമയത്ത് മഴദേവനോട് ചോദിക്കുകയാണ്. കുരുവി മഴദേവനോട് ചോദിക്കുന്നു. എന്നാൽ ആ സമയത്ത് മഴദേവൻ എന്ത് ചെയ്തു? മഴ പെയ്യിച്ച് തീ കെടുത്തിയോ? മറിച്ച് വേറെ എന്തെങ്കിലും ചെയ്തോ? ഈ രണ്ടുപേരുടെയും, കുരുവി ചെയ്ത പ്രവൃത്തിയും മഴദേവൻ ചെയ്ത പ്രവൃത്തിയും തമ്മിൽ താരതമ്യം ചെയ്യുക എന്നുള്ളതാണ് ചോദ്യം. സെറ്റാണല്ലോ ചോദ്യം. ഇനി ഉത്തരത്തിലേക്ക് വരാം. കാട്ടിൽ തീ പടരുകയും ഒത്തിരി മൃഗങ്ങൾ വെന്തു മരിക്കുകയും മറ്റു മൃഗങ്ങൾ ജീവന് വേണ്ടി പരക്കം പായുകയും ചെയ്തു. ഈ സമയത്ത് കൊച്ചു കുരുവി മാത്രം പുഴയിൽ നിന്നും കൊച്ചു ചുണ്ടിൽ വെള്ളം നിറച്ച് ആളിക്കത്തുന്ന കാട്ടുതീ കെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഇത്തിരി പോന്ന നിനക്ക് ഈ തീ കെടുത്താനാവുമോ എന്ന് ചോദിച്ച് മഴദേവൻ കുരുവിയെ പരിഹസിക്കുകയാണ് ചെയ്തത്. തീ അണയ്ക്കാൻ ശേഷിയുള്ള മഴദേവൻ ഒന്നും തന്നെ ചെയ്തില്ല. മഴദേവൻ എന്ത് ചെയ്തു? ഇത്തിരി പോന്ന നിനക്ക് ഈ തീ കെടുത്താനാകുമോ എന്ന് ചോദിച്ച് കുരുവിയെ പരിഹസിക്കുകയാണ് ചെയ്തത്. തീ അണയ്ക്കാൻ ശേഷിയുള്ള മഴദേവനാകട്ടെ ഒന്നും തന്നെ ചെയ്തില്ല. എന്നാൽ തനിക്കാവുന്ന രീതിയിൽ തീ അണയ്ക്കാൻ ശ്രമിക്കുകയാണ് ആര്? കുരുവി. സ്വന്തം ജീവൻ നഷ്ടപ്പെടുമെന്ന് പോലും ചിന്തിക്കാതെ അവസാനം വരെ തൻ്റെ ശ്രമം തുടർന്ന കൊച്ചുകുരുവി മഴദേവന് പോലും മാതൃകയാകുന്നു. നോക്കുക, കാട്ടിൽ തീ പടരുകയും ഒത്തിരി മൃഗങ്ങൾ വെന്തു മരിക്കുകയും മറ്റു മൃഗങ്ങൾ ജീവന് വേണ്ടി പരക്കം പായുകയും ചെയ്തു. ഈ സമയത്ത് കൊച്ചുകുരുവി മാത്രം പുഴയിൽ നിന്നും കൊച്ചു ചുണ്ടിൽ വെള്ളം നിറച്ച് ആളിക്കത്തുന്ന കാട്ടുതീ കെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഇത്തിരി പോന്ന നിനക്ക് ഈ തീ കെടുത്താനാവുമോ എന്ന് ചോദിച്ച് മഴദേവൻ കുരുവിയെ പരിഹസിക്കുകയാണ് ചെയ്തത്. തീ അണയ്ക്കാൻ ശേഷിയുള്ള മഴദേവൻ ഒന്നും തന്നെ ചെയ്തില്ല. തനിക്കാവുന്ന രീതിയിൽ തീ അണയ്ക്കാൻ ശ്രമിക്കുകയാണ് കുരുവി. സ്വന്തം ജീവൻ നഷ്ടപ്പെടുമെന്ന് പോലും ചിന്തിക്കാതെ അവസാനം വരെ തൻ്റെ ശ്രമം തുറന്ന കൊച്ചുകുരുവി മഴദേവന് പോലും മാതൃകയാകുന്നു. സെറ്റ്. ഇത് പലതവണ ആവർത്തിക്കുന്നു. ഈ അടിവരയിട്ട പദങ്ങളുടെ പ്രത്യേകതകൾ. ആവർത്തിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്രവൃത്തി കഴിഞ്ഞു പോയതിനെ സൂചിപ്പിക്കുന്നു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഭൂതകാലം. നടക്കാൻ പോകുന്ന പ്രവൃത്തി ആവർത്തിക്കും എന്നതിനെ നമ്മൾ എന്ത് പറയും? വർത്തമാനകാലം, ഭാവി കാലം. ദെൻ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയെ വർത്തമാനകാലം. സെറ്റല്ലേ? ബാക്കിയുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക? സെറ്റാക്കി വെക്കുക. പാഠഭാഗം കൃത്യമായിട്ട് വായിച്ചു നോക്കുക. ഓക്കെ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇടാൻ മറക്കല്ലേ. ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.